എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 12 തിങ്കളാഴ്ച. ഇനി വരും ദിവസങ്ങളിൽ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നാളെ മുതൽ ഇനി കർശന പരിശോധനയായിരിക്കും. വിശദമായ വാർത്ത നമുക്ക് നോക്കാം. റേഷൻ ലിസ്റ്റിലെ മുൻഗണനാ വിഭാഗത്തിൽ അനർഹമായി കയറിപ്പറ്റിയവരെ പുറത്താക്കുന്നതിൻ്റെ ഭാഗമായി 7120 കാർഡുകളെ പുറത്താക്കി. 3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡുകളാണ് റദ്ദാക്കിയത്. പകരം അർഹരായവരെ പരിഗണിക്കുകയും ചെയ്തു. പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്നുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാൻ സാധിക്കുന്നതാണ്. 2021 മെയ് മുതലാണ് അനർഹരെ പുറത്താക്കൽ നടപടി ആരംഭിച്ചത്. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് പുറത്താക്കൽ. സംസ്ഥാനത്ത് ഇതുവരെ 73,326 കാർഡുകാരെ ഇത്തരത്തിൽ പുറത്താക്കിയിട്ടുണ്ട്. മാത്രമല്ല, അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. റദ്ദാക്കിയ കാർഡുകൾക്കു പകരം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന അർഹരെ കണ്ടെത്തി സപ്ലൈ ഓഫീസുകൾക്ക് കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാനദണ്ഡം എന്താണെന്ന് നോക്കാം. 1000 ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുകൾ, സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ, പെൻഷൻകാർ, 25,000 രൂപയ്ക്ക് മുകളിൽ മാസവരുമാനമുള്ളവർ, വിദേശത്ത് ജോലിയുള്ളവർ, ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവരൊന്നും മുൻഗണനാ വിഭാഗത്തിൽ പെടില്ല. അപ്പോൾ ഇനി മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ റേഷൻ വളരെയധികം കൃത്യമായി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡ് ഉടമകൾ. ഇങ്ങനെ വാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് നിങ്ങൾക്ക് നഷ്ടമാകുന്നതാണ്. മാത്രമല്ല, ഇനി മുതൽ അങ്ങോട്ട് കർശന പരിശോധനയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക.